ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ നേതൃമാറ്റ വിഷയത്തിൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാൻ കെ സുധാകരൻ എ.കെ. ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി. വഴുതക്കാട് എ.കെ. ആന്റണിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. നൃപൻ ചക്രവർത്തിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. നൃപൻ, കഴിഞ്ഞ ദിവസം ഈ ഹൈക്കമാൻഡുമൊക്കെയായി കൂടിക്കാഴ്ച, അതായത് രാഹുൽ ഗാന്ധിയും ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് അറിയാവുന്നതാണ്. ഒപ്പം ഇന്നിപ്പോൾ ഈ നേതൃമാറ്റവുമായുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറയുന്നത് പോയി കട്ടൻ ചായ കുടിച്ച് കിടന്നുറങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നു. ഇപ്പോഴിതാ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതായത് നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ നിലപാട് എങ്ങനെയാണ്? ഭദ്ര, കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിലപാട് അദ്ദേഹം കഴിഞ്ഞ ദിവസം എടുത്തതാണ്. അതുകൊണ്ട് ആ നിലപാടിൽ നിന്ന് ഒട്ടും അയവ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനുമില്ല. ഒരു തരത്തിലും തന്നെ ഈ പദവിയിൽ നിന്ന് മാറ്റില്ല എന്ന ആത്മവിശ്വാസം അദ്ദേഹം വച്ചുപുലർത്തുന്നു. മാത്രമല്ല, മുതിർന്ന നേതാക്കളുടെ ഓരോരുത്തരുടെയും പിന്തുണ തനിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമവും അദ്ദേഹം നടത്തുന്നുണ്ട്. മുതിർന്ന നേതാവായിട്ടുള്ള എ.കെ. ആന്റണിയെ അദ്ദേഹം വഴുതക്കാടുള്ള വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കൂടിക്കാഴ്ച 15 മിനിറ്റോളം നീണ്ടു. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി വന്നത്. KPCC ആസ്ഥാനത്ത് അദ്ദേഹം എത്തിച്ചേർന്നപ്പോഴും നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ലെവലേശം ഇതുമായി സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആശങ്കയും ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളെല്ലാം പോയി ഈ വിവാദത്തിന് വേണ്ടി ഒന്ന് കാത്തു നിൽക്കേണ്ട, മാറും എന്ന തരത്തിൽ കാത്തു നിൽക്കുന്ന മാധ്യമപ്രവർത്തകരെ നോക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഈ മറുപടി എന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹം പറഞ്ഞത് പോയി കട്ടൻ ചായയും കുടിച്ച് കിടന്നുറങ്ങിക്കോളൂ, ഒന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരമെന്ന് പറഞ്ഞാൽ അദ്ദേഹം KPCC അധ്യക്ഷത്തിൽ നിന്ന് മാറുമെന്ന ഒരു സന്ദേശവും മാറ്റുമെന്നൊരു സന്ദേശവും AICC നേതൃത്വത്തിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ അദ്ദേഹത്തെ മാറ്റും എന്ന വാർത്തകൾ ചില മേഖലയിൽ നിന്ന് സംഘടിതമായി കൊടുത്തിരുന്നു. അത് ദില്ലി കേന്ദ്രീകരിച്ച് ഉണ്ടായ മാധ്യമ വാർത്തയെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് ഇന്ന് KC വേണുഗോപാൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആരാണ്, ഏത് സ്ഥലത്ത് നിന്നാണ്, ഏത് സോഴ്സിൽ നിന്നാണ് ഇത്തരത്തിൽ നിങ്ങൾ വാർത്ത ലഭിച്ചത്? ഇന്ന് മാറ്റും എന്ന കാര്യം എവിടെ നിന്ന് ലഭിച്ചു? അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഇല്ല എന്ന കാര്യം AICC നേതൃത്വം വ്യക്തമാക്കി. അതുകൊണ്ട് സുധാകരന്റെ കാര്യം തൽക്കാലം സേഫാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. മാത്രമല്ല, അദ്ദേഹത്തെ മാറ്റുമെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് AICC ആണ് തീരുമാനമെടുത്തു എങ്കിൽ AICC നേതൃത്വം അത്തരം ഒരു സന്ദേശം ഇതുവരെ കെ സുധാകരന് നൽകിയിട്ടുമില്ല. അതുകൊണ്ട് കെ സുധാകരൻ ഇപ്പോഴത്തെ ഈ ആശങ്കയും മാധ്യമ വാർത്തകളുടെ ആശങ്കയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. എന്നാൽ ഈ വാർത്തകൾ ഒരു വിഭാഗം ഒരു കേന്ദ്രത്തിൽ നിന്നാണ് പടച്ചുവിടുന്നത് എന്ന ശക്തമായ പ്രതിഷേധം കെ സുധാകരനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവാണ് എന്ന പ്രതികരണം അദ്ദേഹം നടത്തി. അതുകൊണ്ട് പലതരത്തിലുള്ള തർക്കങ്ങൾ തുടരുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റില്ലേ എന്ന കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത് AICC നേതൃത്വമാണ്. KC വേണുഗോപാൽ ഇനി പറഞ്ഞതോടുകൂടി ഇനി നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കണം. ഭദ്ര, നൃപൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ എ.കെ. ആന്റണിയെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കെ മുരളീധരന്റെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും AICC ഒരു അന്തിമ തീരുമാനം എടുക്കുന്നില്ല. ഒരു പക്ഷേ അവർ പോലും ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നു, അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും നമുക്കറിയാം, ഇപ്പോൾ പിണറായി സർക്കാർ ഇപ്പോൾ 3ാം ഭരണം ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും അപക്വമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത്. നൃപൻ, ഭദ്ര, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. അവസാനത്തെ ഒരു പ്രശ്നമായി ഇതിനെ കെ സുധാകരന്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദം കാണാം. പക്ഷേ ഇത് മാത്രമല്ല, ഈ വിവാദത്തിന് പിന്നിലും മറ്റു ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ് പുറത്തു വരുന്ന സൂചനകൾ. ചില അഴിമതി ആരോപണങ്ങൾ, ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, കോഴിക്കോട് DCC ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന സുധാകരനെ മുൻനിർത്തി ചില നേതാക്കൾ നടത്തിയ അഴിമതി, അത് സംബന്ധിച്ച KPCCക്ക് ലഭിച്ച പരാതി, ഒപ്പം തന്നെ സമുദായ സമവാക്യം നോക്കി കെ സുധാകരനെ മാറ്റണം എന്ന തരത്തിലെ പ്രചരണം. അങ്ങനെ കെ സുധാകരനെ മാറ്റണമെങ്കിൽ ഏത് തരത്തിലുള്ള അയോഗ്യതയാണ് അദ്ദേഹത്തിനുള്ള? അങ്ങനെയാണെങ്കിൽ 2 നേതാക്കളും KPCC പ്രസിഡന്റ് ഒപ്പം തന്നെ VD സതീശന് മാറട്ടെ എന്ന നിലപാട് കെ സുധാകരൻ അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മാറ്റം അനിവാര്യമാണോ? അതിനു മുമ്പ് ഒരു മാറ്റം ഉണ്ടായാലും ഒരു പൊട്ടിത്തെറിവുണ്ടായാലും കോൺഗ്രസിന് അപകടം ചെയ്യും. ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ, നേരത്തെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ KPCC അധ്യക്ഷന് പിന്തുണ എ.കെ. ആന്റണി മുതൽ ശശി തരൂർ മുതൽ രമേശ് ചെന്നിത്തല മുതൽ ഒപ്പം തന്നെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പരസ്യമായി കെ സുധാകരന് പിന്തുണ നൽകുന്നു. പക്ഷേ കെ സുധാകരനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നവരാരും പരസ്യമായി രംഗത്ത് വരുന്നുമില്ല. ഇക്കാര്യത്തിലുള്ള നിലപാട് AICC പ്രഖ്യാപിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ ആശങ്ക വരും ദിവസങ്ങളിൽ തുടരും. പക്ഷേ മാറും ഇന്നത്തോടെ മാറും എന്ന് പറഞ്ഞ പ്രചരണത്തിന് ഇപ്പോൾ താൽക്കാലികമായി വിരാമമായിരിക്കുന്നു
പിന്തുണയ്ക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മറിച്ച് അപ്രതീക്ഷിതമായി കെ സുധാകരനെ മാറ്റാനുള്ള ധൈര്യം ഇനി AICC കാണിക്കുകയാണെങ്കിൽ സുധാകരൻ ഏത് തരത്തിൽ പൊട്ടിത്തെറിക്കുമെന്നും അതിൻ്റെ ഒരു അലയൊലികൾ കേരളത്തിലെ കോൺഗ്രസ് ഏതുവരെ ചെന്നെത്തിക്കുമെന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഭദ്ര. ശരി നൃപൻ, എന്തായാലും നേതൃമാറ്റ വിഷയത്തിൽ മുതിർന്ന നേതാക്കളുടെ കൂടുതൽ പിന്തുണ ഉറപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുകയാണ് കെ സുധാകരൻ. അതിന്റെ ഭാഗമായി ഇന്നിപ്പോഴിതാ AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. വഴുതക്കാട് AK ആന്റണിയുടെ വസതിയിലെത്തിയിട്ടായിരുന്നു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്.